ഒരു മധ്യസ്ഥനേ ഉള്ളൂ, പരിശുദ്ധനായവൻ ഒന്നേ ഉള്ളൂ, ജീവനുള്ള ദൈവം. നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിക്കാൻ പാടില്ല. അത് സൃഷ്ടിയാണ്. അവരെ സൃഷ്ടിച്ചു വളർത്തി എന്ന് പറയൂല. പ്രസവിച്ചു അല്ലെങ്കിൽ നട്ടു, അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞ് വളർത്തി എന്ന് പറയാം. സൃഷ്ടികർമ്മം പൂർണ്ണമായും ജീവനുള്ള ദൈവത്തിനുള്ളതാണ്. ക്യാമറയുടെ മുന്നിൽ പ്രൂഫിന് വേണ്ടിയല്ല. ഏതെങ്കിലും ഊമന്മാരും പെണ്ണന്മാരും ഡ്രഗ്സ് അടിച്ചിട്ടുള്ള ഗുണ്ടുകളും ഇത് പറയണം കേട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ ഹിസ്റ്ററിയിൽ അങ്ങനെ ഉണ്ടായില്ല ഇല്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ മുകളിൽ കയറി തരുന്നത്. നിങ്ങളുടെ പോലത്തെ പെണ്ണന്മാരും ശോഷിച്ച വാക്കുകളും പറയണവരാണ് ഇങ്ങനത്തെ ശോഷിച്ച വാക്ക് സ്വന്തം ശോഷിച്ച അവസ്ഥ കാണിച്ച് ഇല്ലാണ്ടാവുന്നത്. അത് ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയാത്തത് പിന്നെ ഇങ്ങനെ അവരിങ്ങനെ പറയുമോ? എൻ്റെ മുഖത്ത് നോക്കി ആരും നമ്മളെ ആരും ഞാൻ താഴ്ത്തി പൊക്കിയും പറഞ്ഞിട്ടില്ലേ പൂർണ്ണ അറിവാണ്ട്. അല്ലാണ്ട് അല്ലാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ആരെക്കുറിച്ച്. ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. 4 വർഷം വൃത്തികെട്ട കൂമ്പളൂർ ഹോസ്റ്റലായിരുന്നപ്പോഴും വീട്ടുകാരെ കുറിച്ച് ഒന്നും അവരെന്താണ് പറഞ്ഞോട്ടെ, മരിച്ചതിനെ കുറിച്ച് ഞാൻ കുറ്റം പറയണല്ലേ. മരുന്ന് കൂട്ടി വാങ്ങിയതിനെ കുറിച്ച് അഞ്ച് ഒരു സംപ്രേഷണം ചെയ്യുന്ന വ്യത്യാസമുണ്ട്. തമ്മിൽ വെഡിത്തം ഡിസ്കസ് ചെയ്യാണ്ട് പരിപോഷിപ്പിക്കാൻ നോക്കുക. സദ്വചനങ്ങൾ, അത് പ്രാർത്ഥന. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ രീതി പറഞ്ഞത് എന്നുവെച്ചാൽ ഈ നോക്കിക്കോ, ഈ ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ് തന്നെ കുമ്മുട്ടിയുടെ വർഗം തന്നെ ഷൂറുഖാൻ്റെ വർഗം തന്നെ ഈ റോമൻ കാത്തലിക്സിനെ ഇല്ലാണ്ടാക്കും. ഈ ക്രോമിൻ്റെ പള്ളി ഉണ്ടല്ലോ റോമൻ, അത് എത്രയും പെട്ടെന്ന് ബോംബാക്രമണത്തിൽ തകരുക തന്നെ ചെയ്യും. 2-3 വർഷം എടുത്താലും 5 വർഷം എടുത്താലും 1 വർഷം എടുത്താലും 5 മാസം എടുത്താലും കിട്ടേണ്ട സമയത്തെല്ലാം കിട്ടും. റോമൻ കാത്തലിക്സ് എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ചെകുത്താൻ ബാധ കയറിയ കോപന കുമ്മുട്ടി കോഹലാലിൻ്റെ വർഗമല്ല, ശോഷിച്ച അവസ്ഥ. കിട്ടേണ്ട സമയത്ത് കിട്ടുമേ. സ്വയം തമ്മിൽ കുഴി ചാടിക്കണം. നിങ്ങൾ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് ജീവനില്ലാത്ത ആരാധിക്കണതിനൊക്കെ കിട്ടും. ഒരു മധ്യസ്ഥനുള്ളൂ. അല്ലാണ്ട് പാതിരി വേഷം കെട്ടി അതിനെയും ജീവനില്ലാത്ത മനുഷ്യരെയൊന്നും ആരാധിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ സദ്വചനം പകരേണ്ടത്, തമ്മിൽ ഉയർത്തേണ്ടത്. അത് ഉയർത്താണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ചെകുത്താൻ ബാധിതരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? വേഷം കെട്ടി പ്രതിമകളെ ആരാധിച്ച് നടക്കണവർ, അതിന് പ്രതിമകളെ ആരാധിച്ച് ജീവനില്ലാത്തതിനെ ആരാധിക്കണവരെയാണ് ഇപ്പോൾ തേവിടിച്ചികൾ എന്ന് പറയണം. ഈ പാതിരികളും ആവശ്യമില്ല എന്ന് പറയും. പാതിരികളോട് കിണ്ടിക്കൊണ്ട് വെള്ളം ഒഴിപ്പിച്ച് ബാപ്റ്റിസം ചെയ്യണല്ലേ. റോമൻ കാത്തലിക്സ് എപ്പോഴെങ്കിലും മുങ്ങി നിവർന്ന ബാപ്റ്റിസം യേശുവിൻ്റെ മാർഗം സ്വീകരിച്ചവരെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ ചെകുത്താൻ ബാധിതരാണ്. സിറിയൻ കാത്തലിക്സും മലങ്കര കാത്തലിക്സും ഈ റോമൻ കാത്തലിക്സും ചെകുത്താൻ ബാധിതരായ ആൻറ്റി ക്രൈസ്റ്റാണ്. ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. അവർ ഒരിക്കലും മാറാൻ പോകില്ല. എത്ര പറഞ്ഞാലും മാറേണ്ടതാണ്. സമയം പറയും മാറുക. പക്ഷെ അവർക്ക് മാറാൻ തയ്യാറല്ല. എന്നുവെച്ചാൽ പണ്ട് തൊട്ട് വിഷം, റീട്ടാർഡ് നേച്ചർ, അറിവില്ലായ്മ ഓതി കൊടുക്കിയിരിക്കുകയാണ്. തൻ്റെ റീട്ടാർഡ് നേച്ചർ അനുകരിച്ചിരിക്കണം. കാരണം 5 മാസം 1 വർഷം എന്നല്ല, കിട്ടേണ്ട സമയത്ത് കിട്ടും. ശോഷിച്ച ഹിന്ദുസിൻ്റെ പോലത്തെ ശോഷിച്ച മുസ്ലിംസ് ഇതിൻ്റെ കൂടെ ഈ റോമൻ കാത്തലിക്സ് ആൻറ്റി ക്രൈസ്റ്റ് തന്നെയാണ്. എപ്പോഴെങ്കിലും അവർ ബാപ്റ്റിസം ചെയ്തിട്ടുണ്ട്. ഒറ്റ വെള്ളം തലക്കൂടെ ഒഴിക്കുന്നതല്ല ബാപ്റ്റിസം. അത് ചെറിയ 1 വയസ്സ് കൂടി തികയാത്ത പിഞ്ചു കുഞ്ഞ് പൂർണ്ണ അറിവോടെ എല്ലാം അറിഞ്ഞിട്ട് വേണം 19 അല്ലെങ്കിൽ 20, 25, 30 വയസ്സ് മുങ്ങി നിവരേണ്ടത്. അതില്ലാത്ത പക്ഷം അവർ ക്രിസ്ത്യൻസ് അല്ല. റോമൻ കാത്തലിക്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് അല്ല. ഞാൻ ഇപ്പോഴും പറയണു. അവർക്ക് കിട്ടേണ്ട സമയത്ത് എത്ര ഡ്രസ്സ് ഇട്ട് അണിഞ്ഞവരിക്കോ ഭക്ഷണം ഉണ്ടാക്കിക്കോ. ചെകുത്താൻ വെഡ്ഡികൾ വരെ ഭക്ഷണം ഉണ്ടാക്കും, ഡ്രസ്സ് ഇട്ട് അണിഞ്ഞവർക്ക് ചിരിച്ച് നടക്കും. അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ അരുന്ന് കൂട്ടി വാങ്ങുമ്പോൾ ക്ലീശവും കുമ്മൂട്ടിയും പെണ്ണന്മാരും ഡ്രഗ് അടിച്ച് നടക്കുന്ന ഹിന്ദുസും ആരെങ്കിലും ഗൂണ്ടുകളും ഹിന്ദിക്കാരും ഇത് പറഞ്ഞു കേട്ട ഹിസ്റ്ററി ഉണ്ടായില്ല ഇല്ല. അപ്പോൾ മനസ്സിലാക്കാം എന്താ വ്യത്യാസം എന്ന്. അപ്പോൾ തലയ്ക്ക് വെളിവില്ലെങ്കിൽ വിവരമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വെഡിത്തത്തിൽ തമ്മിൽ വെഡിത്തം പറഞ്ഞു കൊടുത്ത് റോമിലത്തെ പള്ളി ബോംബിട്ട് തകർന്ന് എല്ലാ വക പാതിരികളും അതിൻ്റെ ഉള്ളിൽ കത്തിയാൻ വരുമ്പോൾ മനസ്സിലാവും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എല്ലാം കൂടി ഇല്ലാണ്ടാവുമ്പോൾ മനസ്സിലാവില്ല. വെച്ചാൽ അന്നേ തൊട്ട് ഈ വെഡിത്തം ഓതി കൊടുത്തിരിക്കുകയാണ് റോമൻ കാത്തലിക്സും സിറിയൻ കാത്തലിക്സും ഉള്ള പോലത്തെ വെഡികൾ. അവർക്ക് ഇസ്രായേലായിട്ടോ അവർക്ക് ക്രിസ്ത്യൻസായിട്ടോ ഒരു ബന്ധമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് മറവി രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ചെയ്യും. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തമ്മിൽ കുഴി ചാടിക്കണം. മുസ്ലിംസ് ഈ ടെററിസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റുകൾ തന്നെ ഈ റോമൻ കാത്തലിക്സിനെ ഇല്ലാണ്ടാക്കും. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു. അന്ന് വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കണക്ഷൻ അനുസരിച്ചായിരുന്നു. ട്വിൻ ടവേഴ്സും ട്വിൻ ടൗൺസും ഗോവയിലുള്ള ആ കണക്ഷൻ. അമേരിക്ക മാർച്ച് 8-ന് 888 നിലനിന്ന് 2000 വയസ്സ് 12 വയസ്സ് തികയുമ്പോൾ യേശുവിനെ കാണാവുന്ന രീതി എല്ലാം പറഞ്ഞു. എനിക്ക് അധികമൊന്നും പറയാനില്ല അധികം. അപ്പോൾ ആ രീതി തന്നെയാണ്. ഞാൻ 73 വയസ്സിൽ 73/21 കുപ്പാപ്പൻ November 11 200 വാങ്ങണ മാസം. അഫ്താബ് എന്ന് പറഞ്ഞ ഷൂറുഖാൻ്റെ ഫേക്ക് ബർത്ത്ഡേ November 2 1988. ഈ
AI കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവണതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചത്, അതൊക്കെ വിശ്വസിച്ച് ഷൂറുഖ് ഖാൻ്റെ ഉണ്ടാക്കി പറയിപ്പിച്ച വിഡ്ഢിത്തം സിനിമയും മണ്ടൻ ഡയലോഗ് അടിക്കാതെ കാണാൻ പോകുമ്പോൾ കൈയടിക്കാൻ പോകുമ്പോൾ ഓർക്കണമായിരുന്നു നിങ്ങൾ വിഡ്ഢിത്ത ചെയ്യണേന്ന്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ എന്തായാലും ഈ സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും ഹിന്ദുസും ചേർന്ന് തന്നെ ഈ റോമൻ കാത്തലിക്സിനെ ഇല്ലാണ്ടാക്കും. ഞാൻ ഇപ്പോഴും പറയണു. എന്താ വെച്ചാൽ കുമ്മുട്ടിയുടെയും കോഹൻലാലിൻ്റെയും വിഡ്ഢിത്തത്തിന് കുരുട്ട് മോതയ്ക്ക് കൈയടിക്കണ വിഡ്ഢികൾ ഇതന്നെ ഉണ്ടാവും. എത്ര നിങ്ങൾക്ക് പിള്ളേർക്ക് വിഷമോതി കൊടുത്ത് ഇപ്പം ഉണ്ടായ പിള്ളേർക്കും സ്വന്തം തന്തയുടെ തലയുടെ റിട്ടേൺ ടീച്ചർ അനുകരിച്ച് തെറ്റാ മനസ്സിലാക്കാണ്ട് വിഡ്ഢിത്തത്തിന് ഓതി കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാണ്ട് ഈ വെട്ടിത്തന്നെ തുടർന്ന് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് അവർ മനസ്സിലാവും എന്താ തെറ്റ് എന്താ ശരിയെന്ന്. പക്ഷെ തെറ്റ് ഓതി കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിലേക്ക് തന്നെ പായ എല്ലാവരും. അപ്പോൾ സ്വന്തം തന്തയുടെ തലയുടെ റിട്ടേൺ ടീച്ചർ അനുകരിച്ചുകൊണ്ടിരുന്ന ഈ സോഷ്യൽ മുസ്ലിംസ് ടെററിസ്റ്റുകൾ തന്നെ ഈ സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിന് അന്ന് തൊട്ട് വിഷമോതി കൊടുത്ത് സ്വന്തം ശരിക്കുള്ള കാര്യം കണ്ട് വായിച്ച് മനസ്സിലാക്കാത്തവർ എങ്ങനെ ഇതുപോലെ കേട്ടാൽ മനസ്സിലാക്കും, കേട്ടറിയും. അപ്പോൾ അത് ഇല്ലാണ്ട് ഈ ക്ലീശകളും പെണ്ണന്മാരും കുമ്മുട്ടിയും കോഹൻലാലും വൃത്തികെട്ട ഷൂറുഖ് ഖാനും കുഞ്ചുവാര്യരും അവർക്ക് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ തേവിടിച്ചികളാണ് എല്ലാം. കോപനും പെണ്ണന്മാരും ഡ്രഗ്സ് അടിച്ചിട്ട് കൂട്ടത്തോടെ നടക്കണ ഹിജടകളെ പോലത്തെ വെഡ്ഡികൾ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ ഹിസ്റ്ററി ഉണ്ടായിൻ്റെ. അങ്ങനെയാണ് നിങ്ങൾ അവരുടെ തലയുടെ മുകളിൽ കയറിയിരുന്നേനെ. അത് മനസ്സിലാക്കാൻ പഠിക്കും. തമ്മിൽ വെഡ്ഡിത്തം പറഞ്ഞ് ഓതി കൊടുക്കണ എത്ര ഭംഗിയുണ്ടായാലും ചെകുത്താൻ വെഡ്ഡികൾക്ക് വരെ ഭംഗിയും ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കും, ഉറങ്ങും ചെയ്യും. അത് ചെകുത്താൻ വെഡ്ഡികളുടെ നാശത്തിന് കിട്ടാൻ പോണ ആൻറ്റി ക്രൈസ്റ്റുകളാണത്. ശരിക്കുള്ള സ്വന്തം വായിച്ച കണ്ട മനസ്സിലാക്കാത്തവർ ഇത്ര ശരിയാ മനസ്സിലാക്കി എന്നിട്ടും തെറ്റിലേക്ക് പായാൻ കിടക്കണ അവർക്ക് ശവപ്പെട്ടി വരെ അവർ സ്വീകരിക്കില്ല. മരണം എന്ന് പറയാൻ പറ്റില്ല. ജീവനില്ലാത്തതിനെ ആരാധിച്ച് അറിവില്ലായ്മ കൈവരിച്ച് അറിവില്ലായ്മയിൽ നടക്കണ ചടഞ്ഞു കൂടിയിരിക്കണ ഈ വെഡ്ഡികൾ തമ്മിൽ കുഴിച്ചടിക്കണ വെഡ്ഡികൾ എന്തായാലും ഈ വെഡ്ഡിത്തം റിപ്പീറ്റ് ചെയ്ത് ജീവനില്ലാത്തതിനെ വണങ്ങി എല്ലാത്തിനും കിട്ടി നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ മനുഷ്യരെയും ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും പറഞ്ഞു കൊടുക്കുക. ഈ കുമ്മുട്ടിയും കോഹൻലാലും ആരെങ്കിലും ഇത് പറയുമോ? ഷൂറുഖ് ഖാനും ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയണ മണ്ടൻ ഡയലോഗ് അടിച്ച് പറയിപ്പിച്ച് മാത്രം പറയണത്. ഇത് പറയിപ്പിച്ചിട്ടാണോ പറയണത്? അല്ല. പറയിപ്പിച്ച് പറയണ വിഡ്ഢികൾ കുരുട്ട് മോന്തകൾ കുരുട്ട് വിദ്യകൾ വിഡ്ഢിത്താണ് ഇറക്കണത്. അത് കാണാൻ കൈയടിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു വെഡ്ഡിത്താണ് ചെയ്യണതെന്ന് സ്വയം. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ എരുന്ന് കൂട്ടി വാങ്ങണവർക്ക് സർവനാശവും ലാസ്റ്റിലുണ്ടാകാൻ പോണേ. അതിന് മരണം എന്നും കൂടി പറയാൻ പറ്റില്ല. ശവപ്പെട്ടി വരെ അവർ സ്വീകരിക്കില്ല. കൊറോണയുടെ സമയത്തും എല്ലാം ജീവനോടെയല്ല തമ്മിൽ കുഴിച്ചിട്ടത് എല്ലാം കൂട്ടത്തോടെ പേരും വിലാസം ഇല്ലാണ്ടാണ് കുഴിച്ചിട്ടാണ്. കൂട്ടത്തോടെ 1000 എണ്ണത്തിനെ 100 എണ്ണത്തിനെ ഒരുമിച്ചാണ് വലിച്ച് കുഴിയിലേക്ക് ഇട്ടത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്തുകൊണ്ടാണെന്ന് നന്നായിട്ട് മനസ്സിലായി. മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മരിച്ച് ജീവനില്ലാത്തതിനെ ആരാധിച്ചും വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്തതിന് എല്ലാത്തിനെയും കുഴിച്ചു മൂടിയത് അങ്ങനെയായിരുന്നു. അത് മനസ്സിലാക്കണം. കേരളത്തിൽ തന്നെ കിട്ടേണ്ട സമയത്ത് കിട്ടി. കുഴിച്ചു മൂടേണ്ട വയനാട്ടിൽ എല്ലാത്തിനും പീസായി ചതട്ടും കയ്യും കാലും ശേഖരിച്ച് അവിടെ ഇവിടെയും കുഴിച്ചിട്ടു. പേരും വിലാസമുണ്ട്. അത് വീണ്ടും താക്കീത്തായിരുന്നു. ഇനിയും കിട്ടും. റോമെന്ന് പറഞ്ഞ വൃത്തികെട്ട പള്ളിയുണ്ടല്ലോ, റോമിൽ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പാതിരികളുടെ വേഷം കെട്ടി ഓരോ വിഡ്ഢിത്തം ചെയ്ത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന വിഡ്ഢിത്തം, ജീവനില്ലാത്ത വിഗ്രഹങ്ങളും ജൽപ്പനി ജപമാല ആരോചക എന്ന് പറഞ്ഞിട്ടും ഒരു മധ്യസ്ഥനുള്ളതുകൊണ്ട് എല്ലാ വക വിഡ്ഢികളെയും ആരാധിക്കണം. ചെകുത്താൻ ബാധിതരെ ആരാധിച്ചുകൊണ്ടിരുന്ന റോമിൻ്റെ പള്ളിയും ഈ സോഷ്യൽ ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസും റോമൻ കാത്തലിക്സും കൂടി ഇല്ലാണ്ടാക്കും. അത് അവരുടെ ജീവിതത്തിന് അവർ അർഹതപ്പെട്ട നാശമാണ് സ്വീകരിക്കണം. അത് കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ മനസ്സിലാവും.